ഇന്ത്യ പിടിച്ചെടുത്ത 3 ടാങ്കറുകൾ പിന്നിൽ ഇറാനോ? ലോകമാധ്യമങ്ങൾ പറഞ്ഞത് പൊളിച്ചെഴുതി ന്യൂഡൽഹി. ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന രഹസ്യ നീക്കങ്ങൾ എന്ത്? ഇത് ഒരു സാധാരണ വാർത്തയല്ല, ഇന്ത്യൻ സമുദ്രശക്തിയുടെ കർശനമായ മുന്നറിയിപ്പാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യൻ ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് 3 ടാങ്കറുകൾ പിടിച്ചെടുത്ത സംഭവം, അതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായ ഒരു വിവാദത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുംബൈ തീരത്ത് നിന്ന് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ അകലത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഒരു വലിയ ഓപ്പറേഷൻ നടത്തി. സ്റ്റെല്ല റൂബി, ഓസ്ഫോൾ സ്റ്റാർ, അൽ ജാഫ്സിയ എന്ന 3 ഓയിൽ ടാങ്കറുകളാണ് നമ്മുടെ രാജ്യം പിടിച്ചെടുത്തത്. ഇവയെക്കുറിച്ച് ഇന്ത്യൻ അധികൃതർ പറയുന്നത് എന്താണ് പരിശോധിക്കാം. ഈ കപ്പലുകൾ അവരുടെ യഥാർത്ഥ തിരിച്ചറിയൽ മറച്ചു വെച്ചിരുന്നു എന്നതാണ്. അതുകൂടാതെ കടലിൽ തന്നെ അനധികൃതമായി കപ്പൽ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടത്തി എന്നതും മനസ്സിലാക്കുന്നു. ഇത് സാധാരണ ട്രേഡ് അല്ല, സാങ്ഷൻ ഒഴിവാക്കാനോ കടത്തലിനോ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അവർ ചെയ്തതെന്നും നമ്മുടെ അധികൃതർ പറയുന്നു. ഇതിനിടെ ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇറാൻ ഈ കപ്പലുകൾ വിട്ടുകൊടുക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു എന്നതായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഔദ്യോഗികമായ പ്രതികരണം കർശനമായിരുന്നു, കൃത്യതയുള്ളതായിരുന്നു. അത്തരം ഒരു അഭ്യർത്ഥനയും ഉണ്ടായിട്ടില്ല. ഈ കപ്പലുകൾ ഇറാന്റേതല്ല, റിപ്പോർട്ട് പൂർണ്ണമായും അടിസ്ഥാനരഹിതം എന്നതാണ് നമ്മുടെ രാജ്യം പറഞ്ഞത്. ഇത് വെറും ഒരു നിഷേധമല്ല, ഇന്ത്യയുടെ സമുദ്ര നിയമ പ്രാബല്യത്തിൽ നിന്നുള്ള ശക്തമായ ഒരു പ്രഖ്യാപനമാണ്. ഈ ഒരു സംഭവം അരങ്ങേറുമ്പോൾ മറ്റൊരു വലിയ സംഭവം കൂടി നടക്കുന്നു. ഇറാൻ 2 ഇന്ത്യൻ LPG ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി യാത്രയ്ക്ക് അനുവദിക്കുന്നു. ലോകത്തിലെ ഏകദേശം 20% ഓയിൽ ട്രേഡ് ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നു. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും അത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, സംഭാഷണങ്ങൾ നടക്കുന്നു, ഫലവും കാണുന്നു. ഒരു തരത്തിലുള്ള ഡീലല്ല, ഇത് പരസ്പര സഹകരണമാണ് എന്നതാണ്. ഈ പിടിച്ചെടുത്ത കപ്പലുകൾ ഇന്ത്യയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മുംബൈ തീരത്താണ് ഈ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തുടർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന് വേണ്ടിയാണ് ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്നത്. ഇനി ഈ കപ്പലുകളുടെ ഭാവി എന്താണെന്നുള്ളത് നമ്മുടെ രാജ്യം കൈക്കൊള്ളുന്ന നിയമ നടപടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക. ഈ മുഴുവൻ സംഭവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ അതിൽ നിന്നും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് എന്ത്, അല്ലെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന സന്ദേശം എന്താണ്? ഇന്ത്യ തന്റെ സമുദ്ര പരിധിയിൽ നിയമം കർശനമായി നടപ്പിലാക്കും. അനധികൃത പ്രവർത്തനങ്ങൾക്ക് സീറോ ടോളറൻസ് ആണുള്ളത്. അതേസമയം ഡിപ്ലോമസിയിൽ സമതുലിത സമീപനവും നമ്മുടെ രാജ്യം സ്വീകരിക്കുമെന്നതാണ്. ഇതൊരു ബലമുള്ള രാഷ്ട്രത്തിന്റെ അടയാളമായി തന്നെ മനസ്സിലാക്കണം. ഡിപ്ലോമസിയിൽ സമതുലിതത്വം, ഇതാണ് ഇന്നത്തെ ഇന്ത്യ.